ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി 15 കളറ് ആന്തൂറിയം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണെങ്കിൽ അങ്ങനെയും, ഇതേപോലെ ഒരു പ്ലാന്റ് ആയിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് കൊറിയർ ചെയ്ത് അയക്കുന്നതായിരിക്കും. TTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, നല്ല കളറ്, ഒരു വയലറ്റ് കളറുണ്ട്, അതേപോലെ ഓറഞ്ച് ഉണ്ട്. എല്ലാം ഫ്ലവറുള്ള ചെടികൾ മാത്രമായിരിക്കും അയക്കുകയുള്ളൂ. അപ്പോൾ ഏത് കളറാണെന്ന് സെലക്ട് ചെയ്തിട്ട് പിന്നെ പറഞ്ഞാൽ മതി. ചോക്ലേറ്റ് കളറുണ്ട്, ഓറഞ്ച് ഉണ്ട്, വയലറ്റ് ഉണ്ട്, നല്ല പ്യുവർ റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഡബിൾ കളർ ഉണ്ട് കേട്ടോ, പിങ്കും വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള. അതേപോലെ നല്ല വൈറ്റ് കളറുണ്ട്. കണ്ടില്ലേ, ഓരോ ഇതിൽ കാണുന്ന ഓരോ കളറുകളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഒരു കുഴപ്പമില്ലാതെ പ്ലാന്റ്സുകൾ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തുന്നതായിരിക്കും. ആന്തൂറിയം പ്ലാന്റ്സുകൾ എല്ലാവർക്കും അയക്കാറുണ്ട്. ആരും ഇതുവരെ ഒരു പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. നല്ല അടിപൊളി പ്ലാന്റ്സുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ആന്തൂറിയം പ്ലാന്റ്സുകൾ മാത്രം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് ഭംഗിയാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ആന്തൂറിയം. ഈ ആന്തൂറിയം പ്ലാന്റ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. സീസണൽ പ്ലാന്റ് ഒന്നുമല്ല, എല്ലാ സമയത്തും ഇതിൽ ഫ്ലവറുകൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഒരു പ്ലാന്റിലൊരു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് 3-4 മാസത്തോളം ആ ഫ്ലവർ ലാസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആന്തൂറിയം പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പോട്ടി മിക്സായിട്ട് പർലേറ്റ്, അതേപോലെ കൊക്കോപീറ്റ്, ചാണകപ്പൊടി ഇതെല്ലാം മിക്സാക്കിയിട്ട് വേണം നമ്മൾ പ്ലാന്റ് നടേണ്ടത്. പോട്ടി മിക്സിൽ മണ്ണ് കൂടുതൽ ചേർക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. ആ ഒരു പോട്ടി മിക്സ് കൊടുത്താൽ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആന്തൂറിയം പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് കൂടുതൽ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തൊന്നും വെച്ച് കൊടുക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആന്തൂറിയം പ്ലാന്റ്സുകൾ വളരെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ചിലർ കൊക്കോപീറ്റിന് പകരം ചകിരി പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അതൊരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ പുളി കളഞ്ഞിട്ട് വേണം നമ്മൾ പോട്ടി മിക്സിന് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പ്ലാന്റുകളുടെ ഗ്രോത്തിനെ അത് ബാധിക്കാറുണ്ട്. സ്ലോ ഗ്രോത്ത് ആയിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഈ പ്ലാന്റുകൾ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരേ കളർ പോട്ടിൽ ഒരേപോലെ എല്ലാ കളറ് പ്ലാന്റ്സുകളും ഫ്ലവറുകളുള്ള പ്ലാന്റ്സുകളും സെറ്റ് ചെയ്ത് വെച്ചാൽ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു പോട്ടി മിക്സ് കൊടുത്ത് നട്ട് കൊടുത്താൽ പിന്നെ കൂടുതൽ കെയറിങ് ഒന്നും കൊടുക്കാതെ തന്നെ വളരെ ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സുകൾ. അപ്പോൾ ഈ ആന്തൂറിയം പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആന്തൂറിയം പ്ലാന്റ്സിലുള്ള എല്ലാ കളേഴ്സുകളും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സുകൾ കഴിയുന്നതിന് മുമ്പ് ഓർഡർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.
ഇതെന്തത് കഴിയാത്തത്? പിന്നെ ഇതന്നെ വരും. എന്തത് ഇങ്ങനെ?